ശ്രീലാൽ, നമുക്കിനി ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. അതായത് ഡോക്ടർ തരൂർ ആദ്യം ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളത്തിന്റെ നേട്ടത്തെക്കുറിച്ച് അദ്ദേഹം പ്രശംസിക്കുന്നു. അതിനുശേഷം സ്വന്തം പാളയത്തിൽ നിന്ന് അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. അദ്ദേഹം തിരുത്തുന്നില്ല, ഹൈക്കമാൻഡ് വിളിക്കുന്നു, അതേ നിലപാടിൽ നിൽക്കുന്നു. പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട KPCCയുടെ ഒരു പോസ്റ്റർ, അതിൽ നരഭോജികൾ എന്ന് CPM വിശേഷിപ്പിക്കുന്ന പോസ്റ്റർ ആദ്യം പങ്കുവെക്കുകയും പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ DYFIയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ക്ഷണം നിരസിക്കുകയല്ല, വരാനുള്ള അസൗകര്യം അറിയിക്കുക മാത്രമാണ് ഡോക്ടർ തരൂർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല, കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിഷയം കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറ്റിയതിന് പിന്നിൽ ആരാണ് രാഷ്ട്രീയം കളിച്ചത്? DYFI ഒരു അവസരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം AK ബാലനൊക്കെ പറഞ്ഞത് 4 തവണ വിജയിച്ച വിശ്വപൗരനായിട്ടുള്ള വിപ്ലവകാരി എന്നാണ് തരൂരിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്? അല്ല, നോക്കൂ, ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകില്ലല്ലോ. VD സതീശനും KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഒന്നും വാർത്താ സമ്മേളനം നടത്താതിരുന്നുവെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ കത്തിച്ചു നിർത്തിയത് MM ഹസനും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഇവരിതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്നിപ്പം നൗഷാദ് അലി പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ എടുക്കേണ്ടത് സാധാരണ ഒരു കോൺഗ്രസ്സുകാരനോ KC വേണുഗോപാലിനെ പോലെ അല്ല എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞില്ലേ. അതേ പൊസിഷൻ ഇന്നലെ എടുത്തുകൂടായിരുന്നു. ഇന്നലെ ഇവിടുത്തെ പല ചർച്ചകളിലും കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞത് തരൂറിന് പൊസിഷൻ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഇവരല്ലേ പറഞ്ഞത്? DYFI അല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവരോട് പറയാൻ DYFI ആവശ്യപ്പെട്ടിട്ടാണോ പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ പറയുന്നതിന് ചുമ്മാ നോൺസെൻസ് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ നോക്കൂ, ഇവിടെ ഗണേശ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പരാമർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അദ്ദേഹം DYFIയിൽ അല്ലെങ്കിൽ CPIMുമായിട്ട് യോജിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം, അദ്ദേഹം ലെഫ്റ്റ് പൊളിറ്റിക്സുമായിട്ട് ചേരുന്നതെങ്കിൽ ഞാൻ അതിനെ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യും. പക്ഷേ ടു ബി ഓണസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഇങ്ങനെയൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, കേരളത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കാരാപ്പേസിൽ നിൽക്കുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ തരൂർ. തരൂറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നാഷണൽ പൊളിറ്റിക്സ് ആണ്. നാഷണൽ പൊളിറ്റിക്സിൻ്റെ റോൾ കുറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നവും. കേരളത്തിൽ എന്തെങ്കിലും കിട്ടുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഒതുക്കൊന്നും അതിനെക്കാട്ടിലും കൂടുതൽ പ്രശ്നം അദ്ദേഹത്തിന് പാർലമെൻറ്റിലെ റോളാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നിരിക്കട്ടെ. അതാകണമല്ലോ നോർമൽ കോഴ്സിൽ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാഷണൽ പൊളിറ്റിക്കൽ സ്പിയറിൽ നിന്നുകൊണ്ട് അദ്ദേഹം മോഡിയെ പ്രകീർത്തിക്കുമ്പം, മോഡിയുടെ പോളിസീസ് നല്ലതാണെന്ന് പറയുമ്പം അദ്ദേഹം BJP പോകാനാണ് എന്നൊരു വാദം എനിക്ക് വെച്ചുകൂടെ? അങ്ങനൊരു വാദം എനിക്ക് വെച്ചുകൂടെ? പക്ഷേ ഞാനത് വെക്കില്ല. കാര്യം അത് വെക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. കാര്യം അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ 10-15 വർഷക്കാലങ്ങളായിട്ടുള്ള പല സമയത്തെടുത്തിട്ടുള്ള ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു മിക്സ് ഓഫ് തിങ്സ് ആണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്ന് മാത്രം സംസാരിച്ചിട്ടുള്ള ആളല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല MV ഗോവിന്ദൻ മാസ്റ്ററെയോ അല്ലെങ്കിൽ ഇപ്പുറത്ത് KC വേണുഗോപാലിനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അങ്ങനെ നിന്നിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. ഹീ ഈസ് വില്ലിംഗ് ടു പ്രൈസ് നരേന്ദ്രമോദി, അറ്റ് ദ സെയിം ടൈം ഹീ ഈസ് വില്ലിംഗ് ടു പ്രൈസ് പിണറായി വിജയൻ. അത് അദ്ദേഹം പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം അദ്ദേഹം ചാടി ഇപ്പുറത്ത് കടക്കാനുള്ള മേച്ചിൽ പുറം എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തെ ബിലിറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അങ്ങനെയാണ് ശശി തരൂരിനെ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് AK ബാലനെ പോലെ ഒരാൾ പെട്ടെന്ന് തന്നെ വലിയ പ്രശംസ നൽകിക്കൊണ്ട് തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്? എന്തിനാണ് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചപ്പോൾ തരൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഈ അസഹിഷ്ണുത എന്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങൾ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്? എന്തിനാണ്? നമുക്കറിയാം DYFI CPM നേതാക്കളുടെയൊക്കെ അനുവാദമില്ലാതെ ശശി തരൂരിനെ പോലെ ഒരാളെ ക്ഷണിക്കില്ല എന്ന് താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തെ മുതലാക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന കണക്കുകൂട്ടൽ ഇടതുപാളയത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? തരൂരിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. നോക്കൂ, ഇതൊന്നും ശശി തരൂർ, ഇപ്പോൾ ഒരു ഉദാഹരണം താങ്കൾ പറഞ്ഞ വാദം എടുക്കുക. ശശി തരൂർ CPIMുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ CPIMന് ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. ഐ എം നോട്ട് എൻഡോഴ്സിങ് എനി വ്യൂ ആസ് സച്ച്. പക്ഷേ ഞാൻ പറയാം, അങ്ങനെ ഒരു ഇതുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ AK ബാലൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ തെറ്റ്? ഈ പറയുന്ന കോൺഗ്രസിൽ നിൽക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലെ ശശി തരൂർ ഈ പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നും ചെയ്ത് നിൽക്കുന്ന ആളല്ലല്ലോ, അല്ലേ?
അദ്ദേഹം ഒരു റിനൗണ്ട് എഴുത്തുകാരനാണ്, റിനൗണ്ട് ഡിപ്ലോമാറ്റാണ്, റിനൗണ്ട് പൊളിറ്റീഷ്യനാണ്. അങ്ങനത്തെ ആളെ CPM ആയിട്ട് ചേർക്കണം എന്ന് CPM ആഗ്രഹിച്ചാൽ അതിനകത്ത് ഇപ്പം എന്താ തെറ്റ്? നിങ്ങൾ എല്ലാവരും പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അങ്ങനെയല്ലേ കാണുന്നത്? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി CPM കണ്ടിട്ടുണ്ടോ എന്നുള്ളതാ ചോദ്യമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ അത് കണ്ടിട്ടില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ ഭരണകാലത്ത് ഒരു നല്ല പ്രവൃത്തി നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ശശി തരൂർ വളരെ ഒബ്ജക്റ്റീവായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അവർ അപ്ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ആർട്ടിക്കിൾ മൊത്തത്തിൽ അപ്ഹോൾഡ് ചെയ്യാൻ CPM കഴിയില്ല. കാര്യം ആ ആർട്ടിക്കിളിനകത്ത് CPM വിമർശനമുണ്ട്. CPM പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട വലതുപക്ഷ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞുണ്ട്. അതൊക്കെ ഈ പറയുന്ന ശശി തരൂരിൻ്റെ വായിൽ നിന്ന് വരുന്ന ശശി തരൂരിനെ അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ആ ആർട്ടിക്കിളിനെ ഒരു പോർഷൻ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ ആർട്ടിക്കിൾ വായിച്ചെന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ആർട്ടിക്കിളിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ലാൽകുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരന് കഴിയില്ല. അതുപോലെ തന്നെ പിണറായി വിജയനോ ഗോവിന്ദ മാഷ്കോ കഴിയില്ല. കാര്യം അത് അവിടെ വലതുപക്ഷ വ്യതിയാനത്തെക്കുറിച്ചും അങ്ങനെയുള്ള ആശയപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത്, നമ്മൾ എടുക്കുന്ന പോയിന്റ്, അദ്ദേഹം ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു സൂചിക വെച്ച് ഒബ്ജക്റ്റീവ്ലി ഒരു കാര്യം പറയുന്നു. ആ ഒബ്ജക്റ്റീവ്ലി ഒരു കാര്യം പറയുന്നതിനെ നിങ്ങൾ എടുക്കണോ? ഡേറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവാണ്. അതാ പുള്ളി പറയുന്നത്. ഡേറ്റ എന്ന് പറയുന്ന കാര്യം ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് അല്ലല്ല, ആ ഡേറ്റയിലെ ഒബ്ജക്റ്റിവിറ്റി സംബന്ധിച്ച കാര്യങ്ങളിലുള്ള തർക്കവും നടക്കുന്നുണ്ട്. ശ്രീ ലാൽകുമാർ, ഇത്തരം കാര്യങ്ങളെ ഗഹനത്തോടെ ആഴത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരാളാണ് തരൂരെങ്കിൽ ആ കാര്യങ്ങളും പറയേണ്ടതല്ലേ എന്നാണ് ഇപ്പോൾ നിക്ഷേപകരെ കേരളത്തിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ്. പക്ഷേ ബജറ്റിൽ വകയിരുത്തിയ, സർക്കാർ വകയിരുത്തിയ തുകയുടെ 50% ഈ പറയുന്ന ഈ പ്ലാൻ കട്ടിങ്ങിൻ്റെ ഭാഗമായി, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തുക പകുതിയായി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ലംഘിക്കപ്പെട്ടിരിക്കുന്നതാണ്. That also forms a part of the facts. അത് പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ തരൂർ. He has explained, he has given one part of the fact. അതാണ് പ്രോബ്ലം. നിങ്ങൾ എന്നോട് ഇത് ചോദിക്കുന്നതിന് പകരം ഈ പറയുന്ന കാര്യം രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ ഒരു പാർട്ടേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഈ പറയുന്ന ഫോൺ എടുത്ത് ശശി തരൂരിനോടൊന്ന് പറഞ്ഞുകൂടെ? എന്നോട് തന്നെ ഇതൊക്കെ പറയുന്നേ? ഞാനാരാ? എന്നെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഇപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ല എന്നാ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിനകത്തുള്ള, നിങ്ങൾക്ക് പാർട്ടിക്കകത്ത് നിൽക്കുന്ന 3 പേര് തമ്മിൽ നിങ്ങൾക്കൊരു കോർഡിനേഷൻ ഇല്ലാതെ ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ എന്ന് മാധ്യമങ്ങളോട് അല്ലാതെ എനിക്ക് അവിടെ തെറ്റുപറ്റിയെന്ന് ശശി തരൂരിനെ കൊണ്ട് എന്നെ പറയിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുക ശശി തരൂരിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്ന്. ദർ കുഡ് ബി നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതല്ലേ പറഞ്ഞത്, അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ ഡേറ്റയുമായി ബന്ധപ്പെട്ട്, ഡേറ്റയുടെ ഒബ്ജക്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാനതിനെ ഒബ്ജക്റ്റീവ് ഡേറ്റ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ബിക്കോസ് അത് ചെയ്തിരിക്കുന്നതും 1.4 മില്യൺ കമ്പനീസുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടാണ് ആ ഡേറ്റ എടുത്തിരിക്കുന്നത്. അത്രയും റിഗ്രസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് അവിടെ നടന്നിട്ടുണ്ട്. അതിന് മേലുള്ള KPCC നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ KPCC നടത്തിയിട്ടുണ്ടെങ്കിൽ, KPCCക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുണ്ടെങ്കിൽ ഈ പറയുന്ന മീഡിയയിൽ കൂടെ ഗോപികൃഷ്ണനോട് പറയാതെ ഈ പറയുന്ന ശശി തരൂരിനോട് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധിക്ക് തന്നെ നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും ഈ പറയുന്ന VD സതീശൻ പറഞ്ഞിട്ടും ഇത് കേൾക്കാത്ത ശശി തരൂർ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഇവർക്ക് മുന്നിൽ വെക്കാൻ പറ്റിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കാര്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ ചർച്ചയാകേണ്ടത്. ശ്രീ നൗഷാദ് അലി പറഞ്ഞോളൂ. ശ്രീ ലാൽകുമാർ പറയൂ. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ ആ ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ടല്ലോ, ആ ബേർഡൻ ഓഫ് പ്രൂഫ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തരുന്നതിന് ഒരു ലോജിക്കും ഇല്ല. കാര്യം നമ്മൾ എഴുതിയ ആർട്ടിക്കിൾ അല്ല. അല്ലല്ല, ഞാൻ ആ ബേർഡൻ ഓഫ് പ്രൂഫ് താങ്കൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു ലോജിക് ഉണ്ടായിരുന്നു. ആ ലോജിക്ക് തരൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് ആണെന്നും ആ ഫാക്ട്സ് മുന്നോട്ട് വെക്കുന്നത് തരൂരിന്റെ സ്വഭാവ സവിശേഷതകളുടെയും സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിന്റെയും ഭാഗമാണെന്നും താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മുഴുവൻ വസ്തുതകളുടെയും ഒരു ഭാഗം മാത്രം പ്രതിപക്ഷത്തിരിക്കുന്ന ഡോക്ടർ തരൂർ അവതരിപ്പിച്ചത് എന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനായ നിരീക്ഷണ നിലയിൽ താങ്കളുടെ മുന്നിൽ അവതരിപ്പിച്ചതിന്റെ ലോജിക്ക് അതാണ്. അല്ല, പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അവിടെ അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലേക്ക് പോയത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഇവിടെ NM Pearson കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇഫ് ആൻഡ് ബട്ട് എന്ന് പറയുന്ന ക്ലോസ് അവിടെ അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇഫ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് പറയുന്നേ ഇല്ലെന്ന്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ഒബ്ജക്റ്റീവ്ലിയാണ് എഴുതിയിരിക്കുന്ന ചോദ്യത്തിൽ അദ്ദേഹം ഒബ്ജക്റ്റീവ്ലിയാണ് എഴുതിയിരിക്കുന്നത്. കാര്യം അദ്ദേഹം ഇഫ് ക്ലോസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ചാൽ മനസ്സിലാവും. ഇഫ് ആൻഡ് ബട്ട് ഇസ് ദർ, ബോത്ത് ആർ ദർ.
ഇല്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് പിന്നെ എന്താ പറയുന്നത്? ഇന്നും അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ വാർത്താ സമ്മേളനം ഞാൻ കേട്ടതാണ്, 24-ൽ കൂടെ അദ്ദേഹം പറയുന്നത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇങ്ങനൊരു കാര്യം രാജീവ് പറയുന്നതുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് നാട്ടുകാരോട് പറയുന്നേ. അതെ, നാട്ടുകാരോട് പറയുന്നതിനെക്കാട്ടിലും ഉപരി നിങ്ങൾ പോയി ശശി ആ ലേഖനത്തിൽ അല്ല അങ്ങനെയൊക്കെ പറയുമ്പോഴും അല്ലല്ല ശ്രീ ലാൽകുമാർ, ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ദിസ് ഈസ് എൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ്. Not just single window approvals, but approvals of unbelievable rapidity seem to be happening. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. An approval of unbelievable rapidity seem to be happening എന്ന് പറഞ്ഞാൽ he is endorsing what Mr. Rajiv has said. ആദ്യത്തേത് if it is true or not just hyperbole, this is an astonishing development എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ലൈനിൽ അദ്ദേഹം പറയുന്നത് not just single window approvals, but approvals of unbelievable rapidity seem to be happening. ചോദിച്ചോളൂ. നോ, അല്ല ആദ്യത്തെ വരി ഒന്ന് വായിച്ചേ, ആദ്യത്തെ സെന്റൻസ്, ആദ്യത്തെ വാക്ക്. ഞാൻ പറഞ്ഞത് അതിന്റെ ആദ്യത്തെ വാക്കിൽ മാത്രമല്ല ഒഴിയുന്നൊന്നുമില്ല. ഞാൻ എന്തിനാ ഒഴിയുന്നത്? ഞാൻ ആരുടെയും വക്കാലത്ത് ഏറ്റെടുത്തിട്ടല്ലോ നിൽക്കുന്നത്. അല്ല, ഒരു മിനിറ്റ് ശ്രീലാൽകുമാർ. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ഐ ആം നോട്ട് റണ്ണിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇല്ല, അതെ, കേൾക്കൂ, ഫുള്ള് കേൾക്കൂ. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർ, ഈഫിൽ മാത്രമല്ലല്ലോ ആ വാചകത്തിന്റെ അർത്ഥം. ശ്രീ ലാൽകുമാർ, ഈഫിൽ മാത്രമല്ല ആ വാചകത്തിന്റെ അർത്ഥം. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ദിസ് ഈസ് എൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ നെക്സ്റ്റ് സെന്റൻസ്, യു കം ടു ദ നെക്സ്റ്റ് സെന്റൻസ്, നോട്ട് ജസ്റ്റ് എ സിംഗിൾ വിൻഡോ അപ്രൂവൽസ് ബട്ട് അപ്രൂവൽസ് ഓഫ് അൺബിലീവബിൾ റാപ്പിഡിറ്റി സീം ടു ബി ഹാപ്പനിങ്. ഇനി അടുത്ത വരി, ആസ് രാജീവ് പോയിന്റഡ് ഔട്ട്, Kerala has significantly improved its ranking in ease of doing business, moving from 28 to a top position എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്. അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുകയാണ്. വാട്ട്? അതെ. പിന്നെ ഈഫും പട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. രാജീവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറയുന്നു. അദ്ദേഹം അത് ടോട്ടൽ ഫാക്ട് ആണെന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നു. ഈസ് ദാറ്റ് നോട്ട് ഇനഫ്? പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഗോപിക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണോ? ഞാൻ കേൾക്കാൻ തയ്യാറാണോ? ഐ ആം ലിസണിങ്. ഗോപി, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ? നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾ ആർട്ടിക്കിൾ എടുക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇഫ് ട്രൂ കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ബാക്കി സെന്റൻസ് പറഞ്ഞിരിക്കുക. ആ സെന്റൻസിന് ഇഫ് ട്രൂ ബാക്കിയുള്ളതിന് ബാധകമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ സ്ഥാനം 28-ൽ നിന്ന് 1-ലേക്ക് വന്നു എന്നുള്ളത് അതൊരു ഒബ്ജക്റ്റീവ് ഫാക്റ്റാണ്. അതിന് മാറ്റമില്ല. അത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന, അതിനകത്ത് രാജീവിന്റെ എൻഡോഴ്സ്മെന്റ് വേണ്ട. ഈവൻ അതർവൈസ് അത് എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. As India's entrepreneurial ecosystem expands, Kerala is beginning to stand out as a model of economic innovation and sustainable growth. There is still a long way to go. I have pointed out that while many states have had the tragic experience of enduring farmer suicides, only Kerala has recorded cases of investor suicide എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ഭാഗങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം has experienced impressive valuations and rapid scaling, positioning the state as a key player in India's economic ascent and a recognized leader in fostering entrepreneurial excellence എന്ന് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം ഈച്ച് ആൻഡ് എവരി വേർഡ് അദ്ദേഹം ഇതിനെ ഒന്നുമില്ല, അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുകയാണ്, അദ്ദേഹം പ്രസന്റ് ചെയ്യുകയാണ്. അല്ല, താങ്കൾ ഈഫും പട്ടും ഒക്കെ ഉണ്ട്, അദ്ദേഹം സ്പേസ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഇതിന് മുഴുവൻ ന്യായീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കുഴപ്പമെന്നറിയോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്, ആ ഫാക്ട്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവാണ്. ഞങ്ങളുടെ പൊസിഷൻ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ രാജ്യം അക്സെപ്റ്റ് ചെയ്ത കാര്യമല്ലേ? ഈ രാജ്യം 28-ാം സ്ഥാനത്തിൽ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മാറിയെങ്കിൽ അത് ശശി തരൂരിന് മാത്രം മാറ്റിവെച്ച് സംസാരിക്കാൻ പറ്റുമോ? അതിന് ഓണ്ടർപ്രണർഷിപ്പ് ബെറ്റർ ആകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചല്ലേ അദ്ദേഹത്തിന് പറ്റൂ. ആ ഫാക്ടിനെ ഇല്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? എങ്ങനെ പോകാൻ പറ്റും? ശരി.